ആ ശരിടാ. ആ പൈസ അല്ലേ? ആ അത് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം. എത്ര? 90,000. ഓഹോ ശരി. എനിക്ക് ജി പേയിൽ ഹായ് ഇട്ടുതരാം. ഓക്കെ. ആരാ? നമ്മളെ രമേശൻ. അവനൊരു 90,000 രൂപ വേണമെന്ന്. 90,000 രൂപയോ? പിന്നെ 1,00,000 രൂപ റൗണ്ട് ആയിട്ട് ചോദിച്ചോളൂ. അതെ. ആ അവനറിയാം എന്തോതിനാണ്. എന്തായാലും 90 ചോദിച്ചോളൂ. കൊടുത്തേക്കാം. പിന്നെ എന്തോ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. ഞാൻ ആലോചിക്കുക, പണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ 90,000 1,00,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ വലിയ എമൗണ്ട് അല്ലേ. എന്തെല്ലാം കാര്യം വാങ്ങിക്കായിരുന്നു. ഇപ്പോൾ ഒരു മൊബൈൽ വാങ്ങിക്കുവാണെങ്കിൽ തന്നെ, ഐഫോൺ ആയാൽ തന്നെ ഒരു 1,50,000 രൂപ ആവും ഏറ്റവും ചെറിയ മോഡൽ. പിന്നെന്താ കാശിന് വിലയൊന്നും ഇല്ലടേ. ആരാ പറഞ്ഞ പൂജ്യത്തിന് വിലയില്ലെന്ന്? എന്താ പൂജ്യത്തിനാണ് വില. പക്ഷെ ഫ്രണ്ടിൽ നിൽക്കുന്ന നമ്പറിനും വിലയുണ്ട്. ഉണ്ട്. 0 കൂടുന്തോറും ആ നമ്പറിന് വില കൂടുകയും ചെയ്യും. എന്നാ ശരി, ഇയാൾ 0-ത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ഈ 0 കണ്ടുപിടിച്ചാരാ? ഇന്ത്യക്കാരാന്നറിയാം. ഇന്ത്യക്കാരില്ല, ഒരു ഇന്ത്യക്കാരനേ ഉള്ളൂ. എന്നാ ആ ഇന്ത്യക്കാരനെ പറ. ആലിയ ഭട്ട്. ആലിയ ഭട്ടല്ല, മഹേഷ് ഭട്ട്. എൻ്റെ പൊന്നെ ഇറക്ക, പഠിക്കാൻ പോകുന്ന സമയത്ത് പഠിക്കണം. ആര്യ ഭട്ട്. വെറുതെ എല്ലാ പേപ്പറേയും മുട്ടപ്പൂജ്യം വാങ്ങിച്ചോണ്ടിരിക്കും. നമ്മൾ ഇന്ത്യയുടെ മാനം കാക്കുന്നല്ലോ. ഇന്ത്യയിൽ ഒരു സാധനം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിച്ചിട്ട് നമ്മുടെ മാനമല്ല കാക്കണ്ട. അത് ഉണ്ടാക്കാനുള്ള മാർഗം നോക്കണം. കുറേ കാശുണ്ടാക്കണം. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഇന്നിപ്പം സന്ധ്യയായി, മാറിപ്പോണോന്ന് വിചാരിച്ചു. വേണ്ട, വല്ല തിന്നാൻ പോയാലോ? കൊള്ളാം, പോവാം. എന്തോ കഴിക്കാൻ പോകും? മന്തി. എനിക്കൊന്നും. പിന്നെ എന്തുവാ? നല്ല ചൂട് കഞ്ഞിയും പയറും പപ്പടവും. അത് അല്ലാതെ മന്തി കഴിച്ച്